എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു മാനുക്വിൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും CPR എങ്ങനെയാണ് കൊടുക്കേണ്ടത്. നോക്കൂ, നമ്മളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. നിങ്ങളൊരു കാര്യം ഇമാജിൻ ചെയ്യുക, നിങ്ങളൊരു കല്യാണത്തിന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി കുഴഞ്ഞങ്ങ് വീഴുകയാണ്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് BLS അറിയെങ്കിൽ സാധ്യമാവും. പലർക്കും ഒരു വിചാരമുണ്ട്, മെഡിക്കൽ ആളുകൾക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിക്കാർക്ക് മാത്രം അറിയേണ്ട ഒരു കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. അല്ല, നമ്മളിൽ ഓരോരുത്തർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് സംഭവിക്കുന്ന സമയത്ത് 99.99% അവിടെ ഒരു മെഡിക്കൽ ഡോക്ടറോ നഴ്സോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ലെങ്കിലും അധിക സമയവും സാധാരണ ജനങ്ങളാണ് ഇത് കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളിൽ ഓരോരുത്തർക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബേസിക് ലൈഫ് സപ്പോർട്ട്. വളരെ സിമ്പിളാണ്. ഞാൻ ഇന്ന് ഈ ഒരു മാനിക്വിനിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ആദ്യം അറിയേണ്ടത് ആർക്കാണ് CPR കൊടുക്കേണ്ടത് എന്നാണ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, തലചുറ്റി വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി കൊടുക്കേണ്ട ഒന്നാണ് CPR. അത് ഞാൻ പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ ഈ ജനുവരി 2026 ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് മന്ത്രിയായിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറ് തലചുറ്റി വീണു. അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ബോധം കെട്ടു വീണു. പലരും അതിന്റെ താഴെ, ആ ഒരു വീഡിയോന്റെ താഴെ എഴുതിയിരിക്കുന്നത് കണ്ടു, ഈ അവിടെ ഇത്രയും പോലീസുകാരുണ്ടായിരിക്കും, ആർക്കും CPR കൊടുക്കാൻ അറിയില്ലല്ലോ എന്ന്. അപ്പൊ പലരുടെയും വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ തലചുറ്റി വീണു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒന്നാണ് CPR എന്നാണ്. അല്ല, CPR എന്നത് കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ എന്നാണ്. അതിൽ തന്നെ കാർഡിയാക്, അതായത് ഹൃദയത്തിന് നമ്മൾ ഇതാണല്ലോ ഇങ്ങനെ കൊടുക്കുന്നതാണല്ലോ CPR, അതാണ് അതിന്റെ പ്രധാന ഭാഗവും. അപ്പൊ നമ്മൾ ഒരു കാർഡിയാക് അറസ്റ്റ് കേസിലാണ് CPR കൊടുക്കേണ്ടത്. അതായത് ഒരു ആള് തലചുറ്റി വീഴുന്നു, നിങ്ങൾ പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഹൃദയമിടിപ്പുമില്ല, ശ്വാസവുമില്ല. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഹൃദയമിടിപ്പില്ല, നോ പൾസ്, നോ ബ്രീത്തിങ്, ശ്വാസവും എടുക്കുന്നില്ല. ഈ രണ്ടവസ്ഥയിലും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ CPR തുടങ്ങേണ്ടത്. നിങ്ങൾ ഒരാൾ തലചുറ്റി വീണ ഉടൻ തന്നെ പോകുമ്പോൾ അദ്ദേഹം ശ്വാസം എടുക്കുന്നുണ്ട്, ഹൃദയമിടിപ്പിനും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ CPR കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. പക്ഷേ ശ്വാസവുമില്ല, ഹൃദയമിടിപ്പും ഇല്ലെങ്കിൽ അത് ആദ്യം മനസ്സിലാക്കുക, CPR കൊടുക്കേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതൊരാളാണെന്ന് സങ്കല്പിക്കൂ. ഇദ്ദേഹം തലചുറ്റി വീണു, ഞാൻ മാത്രമേ അവിടെ ഉള്ളൂ, അല്ലെങ്കിൽ മേ ബി ഒരു 3-4 ആളുകൾ ഉണ്ടെന്ന് വെക്കുക. എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എവിടെയാണോ തലചുറ്റി വീണത്, ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കാം, റോഡിന്റെ നടുക്കായിരിക്കാം. അപ്പോൾ ഒരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ പേഷ്യന്റിനെ അല്ലെങ്കിൽ ആ മനുഷ്യനെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക എന്നതാണ്. കാര്യം നമുക്ക് CPR കൊടുക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പരിതസ്ഥിതി സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ആദ്യം അദ്ദേഹത്തിനെ മാറ്റിക്കിടത്തണം. ഇപ്പോൾ ഞാൻ ഒരാളെ തലചുറ്റി വീണ ആളെ നല്ലൊരു സ്ഥലത്തേക്ക്, സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക്, അടുത്ത് തന്നെ, അല്ലാതെ കുറെ ദൂരെയല്ല, അടുത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് മാറ്റി കിടത്തി. എന്നിട്ട് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ